വികസന പ്രവർത്തനങ്ങളും നടത്താവുന്ന കാഴ്ചപ്പാടാണ് കേരള ഗവൺമെൻറ് ബജറ്റിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വയനാട് ദുരന്തത്തിന് ഇരയായ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ, അവരെ പുനരധിവസിപ്പിക്കാൻ ഒരു സഹായവും കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നില്ല. അപ്പോൾ പുനരധിവാസത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, വയനാട്ടിലെ സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റത്തക്ക നിലയുള്ള ഒരു പൊതു സമീപനം കേരള ബഡ്ജറ്റ് വീണ്ടും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകുന്നതിലും എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള കുടിശ്ശിക നൽകുന്നതിനുള്ള കാഴ്ചപ്പാടും ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പുതിയ പദ്ധതികളും ഭാവി കേരളത്തിൻ്റെ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നതിനുള്ള നാനാതരത്തിലുള്ള പുതിയ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി, ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി മുന്നോട്ട് വെക്കാൻ കേരള ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഒരു ബദൽ നയത്തിൻ്റെ ഭാഗമാണ്. ആ നയം കൂടുതൽ ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ ഇന്നിപ്പം ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാലൻ അവതരിപ്പിച്ച ബജറ്റിലൂടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഭാവി ജീവിതത്തിന് ഏറെ സഹായകരമാകുന്ന ഒന്നായി ഇത് മാറും. ഈ ക്ഷേമ പെൻഷൻ വർധനവ് ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. 100 രൂപയെങ്കിലും കൂട്ടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുക? അല്ല, ക്ഷേമ പെൻഷൻ നിലവിലുള്ളത് പൂർണ്ണമായും കുടിശ്ശിക തീർത്ത് കൊടുക്കുന്നതിനുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ മാസത്തെയും പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 മാസത്തെ കുടിശ്ശിക ഇപ്പോഴുണ്ട്. ആ കുടിശ്ശികയെല്ലാം തീർത്ത് കൊടുക്കത്തക്ക നിലയിലുള്ള നിലപാടുണ്ട്. ഇപ്പം ബഡ്ജറ്റിൻ്റെ ഡിസ്കഷനിന് ആവണമല്ലോ. നിയമസഭയ്ക്കകത്ത് ബഡ്ജറ്റിൻ്റെ ഡിസ്കഷനിന് നടക്കാൻ പോവുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരിമിതിയിൽ നിന്നുകൊണ്ടുള്ളൊരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. തുടർന്നുള്ള കാര്യങ്ങൾ ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഈ ഗവൺമെൻറ് വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. ഉടനെ നമുക്കത് പ്രതീക്ഷിക്കാം. അതെ, അല്ല, അതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനിഫെസ്റ്റോവിൽ ഏത് ഡേറ്റിന് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ സർക്കാരിൻ്റെ കാലം, ഈ സർക്കാരിന് ഇനി അവസരമുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, 600 രൂപ പെൻഷനായിരുന്ന കാലത്ത് 18 മാസം വരെ കുടിശ്ശികയുണ്ടായിരുന്നു. അതല്ലേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് തീർത്തത്. അതിനുശേഷം പെൻഷൻ അന്ന് 600 എന്നുള്ളത് 1600 പിന്നീട് ഉയർത്തി. ഈ കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ 1600 രൂപയിലേക്ക് പെൻഷൻ ഉയർത്തി. പെൻഷൻ നമ്മുടെ ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വ്യാഖ്യാനം, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ വ്യാഖ്യാനം താങ്കൾ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാക്കാൻ ഗവൺമെൻറ് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ തന്നെയാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയാം, ഈ കേന്ദ്രം നമുക്ക് നിയമപരമായി നൽകാനുള്ള സഹായങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ 2500 രൂപ പെൻഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധത്തെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് പരമാവധി ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവിടെ ആനുകൂല്യങ്ങൾ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ഗവൺമെൻറ് എന്തായിരുന്നാലും പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സാമ്പത്തികമായി നമ്മളിപ്പോൾ തുടർന്നു വരുന്ന കാര്യങ്ങൾ അങ്ങനെ പോവുക, അല്ലെങ്കിൽ അതിൽ അല്പം മെച്ചം വരുത്തുക എന്നതിൽ കവിഞ്ഞ് ഒരു പ്രധാനപ്പെട്ട റബ്ബർ ഗവൺമെൻറ്റിൻ്റെ ഞാൻ വളരെ വിശദമായിട്ട് നോക്കിയിട്ടില്ല. ബഡ്ജറ്റിൻ്റെ രേഖയെല്ലാം ഇപ്പം ലഭിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ രേഖ കൂടി നോക്കിക്കഴിഞ്ഞെങ്കിലാണ് ഇപ്പം വന്നിട്ടുള്ള ഒരു പൊതു നില വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനി അതിൻ്റെ വിശദാംശങ്ങളെല്ലാം വരാൻ പോതേ ഉള്ളൂ. തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെട്ടു, ടേക്ക് ഓഫിന് തയ്യാറെടുക്കുകയാണ് കേരളം എന്നൊക്കെയാണ്. അപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൻ്റെ വരുമാനം വെച്ചുകൊണ്ടാണ്. ഇപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് പെൻഷൻ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് വീതം തരണം. ആ വീതം കിട്ടുന്നില്ല. എന്നാൽ ആ വിഹിതം കേരള ഗവൺമെൻറ് വെട്ടിക്കുറയ്ക്കുന്നില്ല. ആ വിഹിതം കൂടി ചേർത്തുകൊണ്ടാണ് പെൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ കേരള ഗവൺമെൻറ് അർഹതമായതൊന്നും തരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം, യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അതിനെ അതിജീവിച്ചിപ്പോൾ മുമ്പോട്ട് പോകാൻ കഴിയുന്നത് കേരളത്തിലെ ഗവൺമെൻറ് സ്വയമായി ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതാണ് ഗവൺമെൻറ് ഒരു ടേക്ക് ഓഫിന് സന്നദ്ധമാണ് എന്നുള്ള
നിലപാട് വരുമാനത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ള ഇടവന്നിട്ടുള്ള സാഹചര്യം ഇതാണ്. അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ബജറ്റിലുണ്ട്. ഇത് കൂടുതൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഗവൺമെൻറ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന് സഹായകരമായ നിലപാടെടുക്കുന്നതാണ് ഈ ബജറ്റ്. ഭൂനികുതിയൊക്കെ വല്ലാതെ 50% കൂട്ടുന്ന വല്ലാത്ത രീതിയിൽ ഏത് ഭൂനികുതിയൊക്കെ പരിഷ്കരിക്കുന്നത് അതൊക്കെ വല്ലാതെ ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കട്ടെ, എന്നിട്ട് അതിന് ശേഷം ബാക്കി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും.